ഇന്നത്തേത് ഒരു ഗ്രാമർ ലെസണാണ്. ഐ സെൻഡ്, ഐ ആം സെൻറ്റ്, ഐ സെൻറ്റ്, ഐ വാസ് സെൻറ്റ്. ഈ 4 സെൻറ്റൻസുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് അത് കാണുമ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അതിൻ്റെ ഉപയോഗത്തിലും അതിൻ്റെ കോണ്ടെക്സ്റ്റിലും ഒക്കെ വ്യത്യാസം ഉണ്ട്. ഗ്രാമർ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ലെസണാണ് ഇത്. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഐ സെൻഡ് എന്നത് എന്താണ് എന്ന് നോക്കാം. ഐ സെൻഡ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. ഐ സെൻഡ്, ഞാൻ അയക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ അയക്കുന്നു എന്ന മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. സെൻഡ് എന്നത് ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ്. അയക്കുക എന്നതിൻ്റെ ഫസ്റ്റ് ഫോം ആണ്. ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസാണ്. ഐ സെൻഡ് ഇമെയിൽസ് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും ഇമെയിൽസ് അയക്കാറുണ്ട്. ഐ സെൻഡ് ഹിം ടു മാർക്കറ്റ് എവരി ഡേ, ഞാൻ അവനെ എല്ലാ ദിവസവും മാർക്കറ്റിൽ അയക്കാറുണ്ട്. അപ്പോൾ ഐ സെൻഡ് എന്നത് എന്താണ് എന്ന് മനസ്സിലായല്ലോ. സബ്ജക്റ്റ് അവിടെ ഡുവർ ഓഫ് ദ ആക്ഷനാണ് ഐ എന്നത്. സബ്ജക്റ്റാണ് അയക്കുന്നത്. ഇപ്പോൾ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് സെൻഡ് എന്ന് ഉപയോഗിച്ചത്. ഇനി യു ആണ് സബ്ജക്റ്റെങ്കിലും നമുക്ക് സെൻഡ്, യു സെൻഡ് എന്ന് ഉപയോഗിക്കാം. വി ആണെങ്കിലും സെൻഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. ദേ, അവർ എന്നാണെങ്കിലും സെൻഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. പക്ഷേ സിംഗുലർ സബ്ജക്ട്സ്, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ്, ഹി, അവൻ, ഷീ, അവൾ, അങ്ങനെയുള്ള സിംഗുലർ സബ്ജക്ട്സ്, ഒരാളുടെ നെയിം ഒക്കെ ആണെങ്കിൽ നമുക്ക് സെൻസ് എന്ന് ഉപയോഗിക്കണം. ഐ സെൻഡ് ഹിം ടു ദ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ ഹി സെൻസ് ഹിം ടു ദ മാർക്കറ്റ് അല്ലെങ്കിൽ ഷീ സെൻസ് ഹിം ടു ദ മാർക്കറ്റ് എന്ന് ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഐ സെൻഡ് എന്നത് മനസ്സിലായല്ലോ. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്, ആക്റ്റീവ് വോയിസ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താണ്? ഐ ആം സെൻറ്റ്. നോക്കൂ, ഐ കഴിഞ്ഞിട്ട് ഒരു ആം ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ സെൻറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അപ്പോൾ സെൻറ്റ് എന്ന് പറയുന്നത് അത് സെൻഡ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. സെൻഡ് എന്ന വേർബിന് സെൻഡ് എന്നതാണ് V1 ഫോം, സെൻറ്റ് SENT സെൻറ്റ് എന്നതാണ് പാസ്റ്റ് ടെൻസ് ഫോം അല്ലെങ്കിൽ V2 ഫോം. പക്ഷേ സെൻറ്റ് എന്ന് തന്നെയാണ് V3 ഫോം. ഇവിടെ ഐ ആം സെൻറ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് തേർഡ് ഫോമാണ്, സെക്കൻഡ് ഫോം അല്ല. അപ്പോൾ ഇതൊരു പാസീവ് വോയിസിലുള്ള സെൻറ്റൻസാണ്. ഐ ആം സെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അയക്കാറുണ്ട് എന്നല്ല, എന്നെ അയക്കാറുണ്ട് എന്നാണ് മീനിങ്. ഐ ആം സെൻറ്റ്. എന്നെ അയക്കാറുണ്ട്, എന്നെ വേറെ ആരെങ്കിലും അയക്കാറുണ്ട്, അങ്ങനെയായി. അപ്പോൾ അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസാണ്. ഐ ആം സെൻറ്റ്. ഐ ആം സെൻറ്റ് ടു ദ മാർക്കറ്റ് ബൈ മൈ പാരൻസ്. എൻ്റെ പേരൻസ് എന്നെ മാർക്കറ്റിൽ അയക്കാറുണ്ട്, എന്നെ അയക്കാറുണ്ട്. ഞാനല്ല അയക്കുന്നത്, പേരൻസാണ് അയക്കുന്നത്. അപ്പോൾ ഐ ആം സെൻറ്റ്. ഐ ആം സെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. എന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കാറുണ്ട്, എന്നെ ആണ് അയക്കുന്നത്, ഞാനല്ല അയക്കുന്നത്. പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഐ ആം സെൻറ്റ് ടു ഹാൻഡിൽ ദ ന്യൂ പ്രോജക്റ്റ്. പുതിയ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി എന്നെ അയക്കാറുണ്ട്. വേറെ ആരെങ്കിലും, അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ എന്നെ അയക്കാറുണ്ട്. ഐ ആം സെൻറ്റ് ടു പിക്കപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അയക്കാറുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഐ ആം സെൻറ്റ്, ഐ ആം സെൻറ്റ് എന്ന് ഉപയോഗിക്കാം. ഇനി ഐ എന്ന സബ്ജക്റ്റിന് പകരം യു ആണെങ്കിലോ യു ആർ സെൻറ്റ്. വി ആണെങ്കിലോ വി ആർ സെൻറ്റ്. ദേ ആർ സെൻറ്റ്. ഹി ആണെങ്കിൽ ഹി ഈസ് സെൻറ്റ്, ഷീ ഈസ് സെൻറ്റ് എന്ന് ഉപയോഗിക്കണം. പക്ഷേ പാസീവ് വോയിസ് സെൻറ്റൻസ് തന്നെ. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് എന്താണ്? ഐ സെൻറ്റ് എന്നാണ്. മൂന്നാമത്തെ സെൻറ്റൻസ് ഐ സെൻറ്റ് എന്നാണ്. എന്താണ് ഐ സെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ അയച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റ് SENT തന്നെയാണ്, പക്ഷേ അത് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. സെൻറ്റ് എന്ന വേർഡിൻ്റെ സെക്കൻഡ് ഫോമാണ്. ഐ സെൻറ്റ്, ഞാൻ അയച്ചു. ഐ സെൻറ്റ് ആൻ ഇമെയിൽ, ഞാനൊരു ഇമെയിൽ അയച്ചു. ഐ സെൻറ്റ് ഹിം ടു ദ മാർക്കറ്റ്, ഞാൻ അവനെ മാർക്കറ്റിൽ അയച്ചു. ഇവിടെയൊക്കെ ഐ ആണ്, സബ്ജക്റ്റ് തന്നെയാണ് ആ ഒരു ആക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്.
പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സെൻറ്റ് എന്ന് തന്നെ ഉപയോഗിക്കാം. ഐ സെൻറ്റ്, യു സെൻറ്റ്, വി സെൻറ്റ്, ദേ സെൻറ്റ്, ഹീ സെൻറ്റ്, ഷീ സെൻറ്റ്. ഒരു വ്യത്യാസവും അവിടെ വരുത്തേണ്ട ആവശ്യമില്ല. അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇനി അടുത്തത് ദ ലാസ്റ്റ് വൺ. അതെന്താണ്? ഐ വാസ് സെൻറ്റ്. അപ്പോൾ പാസ്റ്റ് സിമ്പിൾ ടെൻസിലുള്ള ആക്റ്റീവ് വോയിസ് ആണ് ഐ സെൻറ്റ്. അതിൻ്റെ പാസീവ് ഫോമാണ് അല്ലെങ്കിൽ പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ് ഐ വാസ് സെൻറ്റ്. എന്നെ അയച്ചു എന്നായി. എന്നെ അയച്ചു. ഐ വാസ് സെൻറ്റ്. ഐ വാസ് സെൻറ്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എന്നെ മാർക്കറ്റിലേക്ക് അയച്ചു. ഐ വാസ് സെൻറ്റ് ടു ഹാൻഡിൽ ദ ന്യൂ പ്രോജക്റ്റ്. ന്യൂ പ്രോജക്റ്റ്, പുതിയ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി എന്നെ അയച്ചു. ആരെങ്കിലും അയച്ചു എന്നാണ്. ആരോ അയച്ചു. പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഐ സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അയക്കാറുണ്ട്. ഐ ആം സെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ അയക്കാറുണ്ട്. ഐ സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു. ഐ വാസ് സെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ അയച്ചു. ഇത് മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഐ സെൻറ്റ് എന്നതിന് പകരം ഐ ആം സെൻറ്റ് എന്നോ ഐ വാസ് സെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് തന്നെയാണ്. സെൻറ്റൻസ് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീനിങ് ആവില്ല കൺവേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിക്കുക. പല കുട്ടികളും ഇത് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീനിങ്ങിന് അയക്കാറുണ്ട്. ഐ സെൻറ്റ് മൈ ക്ലോത്ത്സ് ഫോർ ഡ്രൈ ക്ലീനിങ്. മീറ്റിംഗ് കൺഫേം ചെയ്യുന്നതിനായി ഞാൻ ഒരു ഇമെയിൽ അയക്കാറുണ്ട്. ഐ സെൻറ്റ് ആൻ ഇമെയിൽ ടു കൺഫേം ദ മീറ്റിംഗ്. മിൽക്ക് വാങ്ങാൻ എന്നെ സ്റ്റോറിലേക്ക് അയക്കാറുണ്ട്. I am sent to the store to buy milk. ഡൽഹിയിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എന്നെ അയക്കാറുണ്ട്. I am sent to attend the meeting in Delhi. ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ എന്നെ അയക്കാറുണ്ട്. I am sent to collect the documents from the office. എന്നെ പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് അയച്ചു. I was sent to the principal's office. കോൺഫറൻസിൽ ഞങ്ങളുടെ ടീമിനെ പ്രതിനിധീകരിക്കാൻ എന്നെ അയച്ചു. I was sent to represent our team at the conference. പാഴ്സൽ കൊണ്ടുവരാൻ എന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് അയച്ചു. ഐ വാസ് സെൻറ്റ് ടു ഫെച്ച് ദ പാഴ്സൽ ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു. ഐ സെൻറ്റ് എ മെസ്സേജ് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ കസിന് ഒരു പാഴ്സൽ അയച്ചു. ഐ സെൻറ്റ് എ പാഴ്സൽ ടു മൈ കസിൻ.